നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസിനെ ഉപദേശിക്കാൻ പോയ പിണറായി ഇപ്പോൾ എയറിലാണ്. ചങ്ങാത്തം കൂടുന്നതിൽ ജാഗ്രത വേണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉപദേശം. എന്നാൽ ഉപദേശം ഉൾട്ടയായി മൂട്ടിൽ പൊട്ടി. അടുത്തിടെ പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഗുണ്ടാ ബന്ധങ്ങളും മറ്റും പുറത്തു വന്ന സാഹചര്യത്തിൽ സേനയെ ഒന്നാകെ നാണം കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് പോലീസുകാരെ ഉപദേശിച്ചതാ. എന്നാൽ മുഖ്യന്റെ ചങ്ങാത്തങ്ങളെക്കുറിച്ചായി പോലീസുകാർക്കിടയിൽ ഇപ്പോഴത്തെ സംസാരം. വന്ന് ആഭ്യന്തരമന്ത്രിയെ ഏമാന്മാർക്ക് ഒരു വിലയുമില്ല. പോലീസുകാർക്കിടയിലെ ഗുണ്ടകളെക്കുറിച്ച് ഒരു പോലീസുകാരൻ കത്തെഴുതിയതിന് അയാളെ സസ്പെൻഡ് ചെയ്ത ആഭ്യന്തരമന്ത്രിയുടെ നടപടിക്കെതിരെ ഒരു വിഭാഗം മുറവിളി ഉയർത്തുന്നു. അങ്ങയുടെ വകുപ്പിൽ നടക്കുന്നത് എന്താണെന്ന് അങ്ങ് അറിയുന്നുണ്ടോ? കുറ്റക്കാരായവർക്കെതിരെ നടപടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു കത്ത്. അതിന് കത്തെഴുതിയ ആളെയാണ് ഇപ്പോൾ പടിക്ക് പുറത്താക്കിയിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസിനെ ഉപദേശിക്കാൻ ചെന്ന് കയറിക്കൊടുത്തത്. ആരോട് ചങ്ങാത്തം വേണമെന്നും വേണ്ടെന്നുമുള്ള കാര്യത്തിൽ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 448 സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയണം. പരാതിയുമായി സ്റ്റേഷനിൽ വരുന്നവർക്ക് പരിഹാരമായി എന്ന ആത്മവിശ്വാസത്തോടെ തിരിച്ചുപോകാൻ സാധിക്കണമെന്നും മുഖ്യമന്ത്രി ഉപദേശിച്ചത്. കേരള പോലീസ് ജനകീയ സേനയായി മാറി. ഇതിന്റെ മുഖങ്ങളാകാൻ പരിശീലനം പൂർത്തിയായവർക്ക് സാധിക്കണം. പോലീസിൽ വനിതാ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലിന്റെ ഭാഗമാണ് വനിതാ ബറ്റാലിയൻ. കൂടുതൽ വനിതകളെ സേനയിലേക്ക് എടുക്കും. ഇവർക്ക് സേനയ്ക്കുള്ളിൽ മികച്ച അവസരങ്ങളും നൽകും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1308 വനിതകളെ സേനയിലെടുത്തു. ഈ സർക്കാർ ഇതുവരെ 1213 വനിതകൾക്ക് സേനയിൽ നിയമനം നൽകി. മികച്ച പരിശീലനം പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്താൻ സഹായിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയനിലെ 290 വനിതകളും KAP 5ാം ബറ്റാലിയനിലെ 158 പുരുഷന്മാരുമാണ് സേനയുടെ ഭാഗമായത്. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സുരക്ഷാ അധിനിയം എന്നിവയിൽ പരിശീലനം ലഭിച്ച ആദ്യത്തെ പോലീസ് കോൺസ്റ്റബിൾ ബാച്ചാണിത്. മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, ADGPയും കേരള പോലീസ് അക്കാദമി ഡയറക്ടറുമായ P വിജയൻ തുടങ്ങിയവർ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തിരുന്നു. ഇവർ ഇരുന്നപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗീർവാണമടി. ആദ്യം സ്വയം നന്നായിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കിയാൽ പോരെ മുഖ്യമന്ത്രിയെ സേനയിൽ ഉള്ളവർ തന്നെ പരിഹസിക്കുകയാണ്. രാജ്യത്തെ മികച്ച സേനയെന്ന് പിണറായി തള്ളി ഏറ്റവും കുത്തഴിഞ്ഞ സേനയായി കിടക്കുകയാണ് കേരള പോലീസ്. ചങ്ങാത്തത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതും സോഷ്യൽ മീഡിയ ട്രോളാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ചങ്ങാത്തത്തിൽ ശ്രദ്ധിക്കണമെന്ന് പൊങ്കാല. ഫാരിസ് അബൂബക്കർമാർ സർക്കാരിനെ ഭരിക്കുകയല്ലേ, പിണറായി വെറുതെ ഒരു പേരിന്. എന്നിട്ടും മറ്റുള്ളവരുടെ ചങ്ങാത്തം നോക്കി നടക്കുന്ന മുഖ്യന്റെ ആ മനസ്സ് കാണാതെ പോകരുത്. പിന്നെ പോലീസ് സ്റ്റേഷനിലെത്തിയാൽ പരാതി കൊടുക്കാൻ വന്നവർ പരിഹാരം കിട്ടിയെന്ന ആത്മവിശ്വാസത്തോടെ പോകണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ എന്ത് പരിഹാരമാണ് ഇതുവരെ ഉണ്ടായത് എന്ന ചോദ്യം ശക്തമാണ്. പരാതി തരാൻ എത്തുന്നവരെ പോലും കുനിച്ചു നിർത്തി ഇടിക്കുന്ന സ്വഭാവമാണ് പോലീസുകാർ ഇപ്പോൾ കാണിക്കുന്നത്. പോലീസ് ജനങ്ങളുടെ മേൽ കുതിര കയറുന്നതിൽ കടുത്ത അമർഷത്തിലാണ് മലയാളികൾ. അതിന്റെ കൂടെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള കോമഡികളും കൂടി അടിക്കുന്നത്.